Right. ഇങ്ങനെ ഇന്ന് സുന്ദരി ഉണ്ടല്ലോ. Thank you. ചേച്ചിയില്ലേ, ഒരു കാര്യം ചോദിക്കട്ടെ? അതെ പാറു, ഈ വീട്ടിലെല്ലാരെയും ചേച്ചി വശത്താക്കി. എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആര് പറഞ്ഞ ഇഷ്ടമാണ്? ഒരാൾക്ക് ഇഷ്ടമല്ല. അതാർക്കാ? എനിക്ക് തന്നെ. പിന്നെ നീ എനിക്ക് വേണ്ടി പാറമടയിൽ വരെ ചാടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ചേച്ചിയെ ഞാൻ പാറമട ചാടത്തൊന്നുമില്ല. ചേച്ചി ഭയങ്കര കള്ളിയുവാ, പിന്നെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ മിടിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ പാറുവിന്റെ ഒരു കാര്യം പോയോച്ചേ. ഞാനൊരു കാര്യം പറയട്ടെ പാറു, അതില്ലേ ഈ ശിവാനിനെ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിലെടുക്കണം. അത് വേണം ചേച്ചി. ശിവാനി ചേച്ചി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേശവന്റെ അവസാന വാക്ക്. ആണോ? ഇപ്പൊ തന്നെ ശിവാനി ചേച്ചി മെർലിൻ ചേച്ചിയെ വേണ്ടാന്ന് കേശവന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കേശവനെ വേണ്ടാന്ന് നോക്കും. സിമ്പിൾ. പാറു, ചുമ്മാ എന്നെ പ്രാന്ത് ഉടുപ്പിക്കല്ലേ. നീ ഒരു വഴി പറ പാറു. എന്താ ശിവാനിയുടെ വീക്ക്നെസ്? എന്താ പറയേ? വീക്ക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടോ. എന്തെങ്കിലും മേടിച്ചു തരാൻ പറ. ശിവാനി ചേച്ചിയുടെ വീക്ക്നെസ് സ്നേഹമാണ്. ശിവാനി ചേച്ചിയുടെ വീക്ക്നെസ് സ്നേഹത്തിന് വേണ്ടി ചേച്ചി നമ്പിയാ എന്താ പറയല്ലേ, വെമ്പി. വെമ്പി നടക്കുന്ന പിഞ്ച മനസ്സാണ് ചേച്ചിയുടെ. എന്നാ പിന്നെ പാറു, നമുക്ക് ആ റൂട്ട് ഒന്ന് ട്രൈ ചെയ്താലോ? നോക്ക് നോക്കിയോക്കല്ലേ. സ്നേഹം അത് നോക്കാം. இந்த கனகம் ஒன்னும் പറയണ്ടായിരുന്നോ? அம்மா அதுக்கு நீங்க எங்கிட்ட ஒன்னும் கேட்கல. அது நீ ചോദിച്ചോ എന്നോട്? அம்மா இப்படி எல்லாம் சொல்லாதீங்க அம்மா, எனக்கு கஷ்டமா இருக்கு. എന്തോന്ന് കഷ്ടം? എടി കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മര്യാദക്ക് മീൻകറി വെച്ചതായിരുന്നോ? ആന്നോ? പിന്നെ നിന്നോട് ആരാ പറഞ്ഞ അതിനകത്ത് മുളക് പൊടി വാരിയിടാൻ? അത് ഇച്ചിരി വല്ലോ ആന്നോ? കുറെ അങ്ങ് വാരിയിട്ടില്ലയോ? എന്തൊരു എരിയായിരുന്നു. പിള്ളേരൊക്കെ കൂട്ടി ചെന്തോ പറഞ്ഞത് ഭയങ്കര എരിയാന്ന് കേട്ടിട്ട് ഞാൻ മിണ്ടാതെ നിന്നു. അതുപോലാന്നോ ഇത്? ഉപ്പെല്ലാം കൂടെ വാരിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കും? ഉണ്ടേ എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ മിണ്ടാതെന്നുണ്ടല്ലോ ഒരെണ്ണം ഞാൻ അങ്ങ് വെച്ചേരും കേട്ടോ. അമ്മ, എന്റെ സ്റ്റാഫിനെ തൊടരുത്. എന്തോന്നാ? നിന്റെ സ്റ്റാഫോ? എന്റെ സ്റ്റാഫ്. അതിന് എന്ത് സ്ഥാപനമാണാവോ ഉള്ളത്? ഞാൻ യാത്രക്ക് പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. മരുമോൾ എന്ത് തീരുമാനമാണാവോ എടുത്തേക്കുന്നത്? ഞാൻ റെസ്റ്റോറന്റിന് കൊടുത്ത അഡ്വാൻസ് ഇല്ലേ, അതങ്ങ് തിരിച്ചു മേടിക്കാൻ പോകണം. അങ്ങനെ ഇതിപ്പോ എന്ത് ചെയ്യാൻ പോണെന്നിട്ട്? அப்படினா ஹோட்டல் ஆரம்பிக்கலையா? ഹോട്ടലൊക്കെ തുടങ്ങാം, പക്ഷെ അതിനൊക്കെ കുറച്ചും കൂടി സമയം വേണം. ഈ ഹോട്ടൽ എന്നൊക്കെ പറയണുണ്ടല്ലോ, കുറച്ച് എക്സ്പീരിയൻസോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ലച്ചുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ കോൺവെർസേഷന്റെ ഇടയിൽ കുറച്ച് ഐഡിയാസ് എനിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ആ ഐഡിയാസ് നടപ്പിലാക്കി എടുക്കണം. എന്താണ് ഐഡിയാസ് പറയാൻ കിട്ടും? അത് ലച്ചു വരട്ടെ, എന്നിട്ട് പറയാം. ഇയാളിത് കൊറേ നേരം ആയല്ലോ, ഇയാൾക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ലേ? എവിടെയെങ്കിലും ചാഞ്ഞ് നല്ല പറ്റത്തുള്ളോ? ഞാൻ ഇയാളുടെ ചുമട്ട് വീഴാളിയോ? അല്ല, ഈ കൊച്ചിന്റെ ഒരു കാര്യം ഇങ്ങ് വന്നേ. എന്താ ശിവ എന്താ താൻ എന്തിനെങ്ങനെ ചൂടാവുന്നേ? ചൂടാവുമ്പില്ലേ ശിവയുടെ മുഖമൊക്കെ അങ്ങ് ചുമന്നിട്ട് ഭയങ്കര ഭംഗിയാ കാണാൻ, അല്ലേ അമ്മായി? ചൂടായില്ലെങ്കിലും എന്റെ കുഞ്ഞിനെ കാണാൻ നല്ല ഭംഗി തന്നെയാ. അതെ, പക്ഷെ ഈ മൂക്കൊക്കെ നോക്കി. മൂക്കിലൊക്കെ പിടിക്കുന്ന അലർജി ഉള്ളതോ? നല്ല മൂക്കല്ലേ? ഈ മൂക്ക എനിക്ക് ശിവയുടെ ഏറ്റവും ഇഷ്ടം. എന്താ ശിവ താനിങ്ങ് വന്നേ? അവളെ വീട് അവളെ സ്വഭാവം മാറിയുണ്ടല്ലോ. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനത്തെ ആൾക്കാരെ? ഇങ്ങനെ ചൂടാവുന്ന ആൾക്കാരൊക്കെ. ഈ ചൂടാവുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പാവങ്ങളാന്നാ പറയാ. ഞാൻ എത്ര പാവല്ല. ശിവ എന്ത്? അല്ലെങ്കിൽ വേണ്ട, പോടേ. തന്നടേ ഞാൻ പോണ്. ഞാൻ ഇതിനോട് നിൽക്കുന്നൊന്നുമില്ല. ഞാൻ നാളെ വൈകുന്നേരം അങ്ങ് പോവും. അതുവരെ ഇവിടെ ആർക്കൊരു ബുദ്ധിമുട്ട് ഞാനായിട്ട് ഉണ്ടാക്കൂല. തീർന്നില്ലേ? ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. പോയി കറിക്ക് ഇച്ചിരി കൂടെ ഉപ്പിട്. ஐயோ கறிக்குப்பா கௌரி, அப்படி பண்ணாதே. ശിവ എന്തോ പ്രശ്നം? പാറു, ശിവാനി ചേച്ചിയെ ഇങ്ങനെ സ്നേഹിച്ചാ മതിയോ? നോക്കാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.